ഫ്ലവേഴ്സിൻ്റെ സിൽക്കി ഗ്ലോസിൻ്റെ പ്രൊഡക്ഷനാണ് ഇതിൽ നടക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഞാനത് കാണിച്ചത് ഇന്നലെ കാലത്ത് തുടങ്ങിയ പ്രോസസ്സിങ്ങാണിത്. ഇതിപ്പോൾ നമ്മൾ ടൈറ്റാനിയം മാത്രം ഇട്ട് ഗ്രൈൻഡ് ചെയ്ത് ഇന്നലെ കാലത്തിൻ്റെയാണ്. ഇന്ന് സമയം 4:45, വൈകിട്ട് 4:45. ഇന്നലെ കാലത്ത് തുടങ്ങിയതാണ് ഈ ടൈറ്റാനിയം ഗ്രൈൻഡിങ്. ഈ ഗ്രൈൻഡിങ് നമ്മൾ നോക്കുന്ന ഒരു സംഭവമാണ്. ഇത് നമ്മൾ വെട്ടത്തിൽ വെച്ച് ഇങ്ങനെ നോക്കും. ഇതിൽ വെട്ടത്തിൽ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ആ ഗ്രൈൻഡിങ് നമുക്കത് കൃത്യമായെന്ന് അറിയാൻ പറ്റും. ചെറിയൊരു തരി ഉണ്ടെങ്കിൽ പോലും, നേരിയൊരു തരി ഉണ്ടെങ്കിൽ പോലും നമ്മളത് പാക്കയില്ല. കാരണം അത് ഗ്രൈൻഡിങ് നല്ല കറക്റ്റ് ആയാലാണ് അതിൻ്റെ ഫിനിഷിങ്, ഗ്ലൈസിങ് അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം കയറി വരുള്ളൂ. അപ്പം 2 ദിവസം കൊണ്ട് 2.5 ദിവസം എടുത്തിട്ടാണ് 3000 ലിറ്റർ നമ്മൾ ഈ സിൽക്കി ഗ്ലോസ് എന്ന് പറയുന്ന ഫ്ലവേഴ്സിൻ്റെ സിൽക്കി ഗ്ലോസ് എന്ന് പറഞ്ഞ ഒരു ഗ്രേഡ് നമ്മൾ ശരിക്കും ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആവുന്നത്. അത്രത്തോളം ഉള്ള ഒരു ഗ്രേഡ് ഇല്ല. കാരണം അത്രത്തോളം ഞങ്ങൾ സംഭവം ഉണ്ടാവും. ഹൈ സ്പീഡിൽ അടിച്ച് ഗ്രൈൻഡ് ചെയ്ത് അത്രത്തോളം ഫിനിഷിങ് ആക്കി ഫൈനൽ ഇതിപ്പോൾ ഒരു 10 പ്രാവശ്യം ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഗ്രൈൻഡിങ് കുറച്ച് കുറവുണ്ടെങ്കിൽ നമ്മൾ എമൽഷനൊന്നും ഇട്ടിട്ടില്ല. ഇത് ഗ്രൈൻഡിങ്ങിന് ടൈറ്റാനിയം മാത്രം ഗ്രൈൻഡിങ് ആണ്. ടൈറ്റാനിയം ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇതിൽ എമൽഷൻ ഇടുന്നത്. എമൽഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഉപയോഗിക്കുന്ന എമൽഷൻ നമ്മുടെ ഓർക്കിഡ് ഷൈനിലും സിൽക്കി ഗ്ലോസിലും ഉപയോഗിക്കുന്ന എമൽഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന എമൽഷൻ അല്ല, ഹൈ പെർഫോമൻസ് ഉള്ള ക്വാളിറ്റി ഉള്ള ഒരു എമൽഷനാണ്. അതിന് ഏറ്റവും ഞങ്ങളുടെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ സാധാരണ കമ്പനികളൊക്കെ ഈ 100 രൂപ, 80 രൂപ, 100 രൂപയ്ക്ക് 90 രൂപയ്ക്കൊക്കെ കിട്ടുന്ന എമൽഷൻ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന് ഈ പറഞ്ഞ സിൽക്കി ഗ്ലോസ് അതുപോലെയുള്ള സാധനത്തിൽ നമ്മൾ 130 രൂപ, 140 രൂപ കിലോയ്ക്ക് വരുന്ന എമൽഷനാണ് ഉപയോഗിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആകുമ്പോൾ അത്ര ക്വാളിറ്റി ഉണ്ട്. ഹയർ ഗ്രേഡിലെല്ലാം ഞങ്ങൾ അതാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ലോക്കൽ എമൽഷനുകൾ ഉപയോഗിച്ച് കേരളത്തിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, ഇഷ്ടംപോലെ കമ്പനികളുണ്ട്. 70 രൂപയ്ക്കൊക്കെ കിട്ടുന്ന എമൽഷനുകളുണ്ട്. അപ്പോൾ നമ്മളിത് എമൽഷനാണ് ഒരു പെയിൻറ്റിൽ ഏറ്റവും ക്വാളിറ്റി നൽകുന്നത്. നമ്മളുടെ ഇതിൽ ഉപയോഗിക്കുന്ന എമൽഷൻ എന്ന് പറഞ്ഞാൽ ഡർട്ട് പിക്കപ്പ് എമൽഷനാണ്. 100% ഡർട്ട് പിക്കപ്പ് എമൽഷനാണ്, പ്യൂർ എമൽഷനാണ്. ഇത് 140-150 രൂപ റേറ്റ് വരും, ട്രാൻസ്പോർട്ടിംഗ് കോസ്റ്റ് അടക്കം. ഇത് കേരളത്തിൽ നമ്മൾ മാത്രമാണ് ഈ കമ്പനിയുടെ ഉൽപ്പന്നം നമ്മൾ എടുക്കുന്നതുള്ളൂ. ഞങ്ങൾ മാത്രമാണ്. കാരണം അത് എമൽഷനിൽ പറഞ്ഞാൽ ഫോർമാലിറ്റി ആയിട്ടില്ല, അതുപോലെ പല രീതിയിലും മണമില്ല. ഞങ്ങൾ പെർഫ്യൂമും ചേർക്കുന്നില്ല. പക്ഷേ നമ്മുടെ ഈ സിൽക്കി ഗ്ലോസ്, ഓർക്കിഡ് ഷൈനൊക്കെ നിങ്ങൾ അടിച്ച് കഴിയുമ്പോൾ അറിയാം, നല്ല ഒരു പെർഫ്യൂം ആയിട്ടുള്ള രീതിയിലുള്ള സ്മെല്ലായിരിക്കും. അതായത് പെയിൻറ്റിൻ്റെ മണമല്ല, അത് ഈ എമൽഷന്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എമൽഷന് വരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇത്രത്തോളം നമ്മൾ നിങ്ങൾക്ക് ഈ തരുന്ന സാധനം ഇത്രത്തോളം നമ്മൾ എഫർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഇത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത്. ലോക്കൽ കമ്പനികളൊക്കെ പല ഒരു കമ്പനി പോലും ഇല്ലാതെ വന്നിട്ട് ഈ പറഞ്ഞ 11,000 രൂപ, 11,500 രൂപ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സിൽക്കി ഗ്ലോസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിയ ഗ്രേഡിന് വെറും 8,000 രൂപയാണ് നമ്മൾ വില വരുന്നുള്ളൂ. അതിൽ സാധാരണ കമ്പനികൾ നിങ്ങൾ എപ്പോഴും ഏത് കമ്പനിയുടെ ഉപയോഗിച്ചാലും 1 ലിറ്റർ എമൽഷൻ തരാൻ പറയാം. അത് കഴിഞ്ഞിട്ട് മറ്റ് ഫ്ലവേഴ്സിൻ്റെ 1 ലിറ്റർ മേടിക്കാം. എന്നിട്ട് നിങ്ങൾ അടിച്ച് നോക്കുക. നമ്മൾ വിട്ടികളാവരുത്. നമ്മൾ കൊടുക്കുന്ന 1 രൂപയ്ക്കും അതനുസരിച്ച് തത്തുല്യമായിട്ടുള്ള മൂല്യം നമുക്ക് കിട്ടേണ്ടത് നിങ്ങളുടെയും എൻ്റെയും ഒക്കെ അവകാശം തന്നെയാണ്, എന്ത് സാധനം മേടിച്ചാലും. അപ്പോൾ ഞങ്ങളത് തരാനായിട്ട് ഞങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. 3 ദിവസം എടുത്തിട്ടാണ് 3000 ലിറ്റർ സിൽക്കി ഗ്ലോസ്. അതിന് മാത്രമാണ് ഇത്രയും ഡിലേ വരുന്നത്. സിൽക്കി ഗ്ലോസിനും ഓർക്കിഡ് ഷൈനും മാത്രമാണ് ഇത്രയും ഡിലേ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് കാലത്ത് അടിച്ചാലും വൈകിട്ട് പാക്ക് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ കമ്പനിയിൽ വന്നാലും നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് ഫ്ലവേഴ്സിൻ്റെ ഉൽപ്പന്നങ്ങൾ ചോദിച്ചു വാങ്ങുക. നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളായിരിക്കും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. നിങ്ങളുടെ കൊടുക്കുന്ന പൈസയ്ക്ക് 100% ഞങ്ങൾ ഗ്യാരണ്ടിയാണ്. താങ്ക് യു.